നിഷ്പക്ഷരായ വോട്ടർമാർ ഇന്ന് ലജ്ജിക്കുന്നുണ്ടാവും. ഉള്ളവനിൽ നിന്നും ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു ഐഡിയോളജിയാണല്ലോ മാർക്സിസം. അതൊക്കെ പണ്ട്. ഇപ്പോൾ അതൊരു ബൂർഷ്വാ പാർട്ടിയായി മാറി. ഇപ്പോൾ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും കയ്യിൽ നിന്നും കൈയിട്ട് വാരുക. കാൾ മാർക്സും ലെനിനും ഒക്കെ ഇപ്പോൾ അൽ ഫത്ലു ചെയ്താനെ, പത്തലൂരി അടിച്ചാനെ. അധികാരത്തിലുള്ള തൊഴിലാളി വർഗ പാർട്ടി ഇന്ന് കാണിക്കുന്നത് അത്യാഡംബരം തന്നെയാണ്. സർക്കാരിൻ്റെ 2ാം ടേമിൽ ഒരു നവകേരള ബസ് ഇറക്കിയത്, അതും നമ്മുടെ ട്രഷറിയിൽ നിന്നും 1,05,00,000 രൂപയോളം മുടക്കി അത്യാഡംബരത്തോടെ 20 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ബസ്. മുഖ്യമന്ത്രിയും പരിവാരവും സഞ്ചരിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ നല്ല കാശ് കിട്ടുമെന്നാണ് മറ്റൊരു കേമൻ പറഞ്ഞിരുന്നത്. ബസ് KSRTCയുടെ അണ്ടറിൽ 1,200 രൂപ ടിക്കറ്റ് നിരക്കിൽ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാം എന്ന രീതിയിൽ പിന്നീട് വഴി മാറ്റി വിട്ടു. പക്ഷേ ഇപ്പോൾ ബസ്സും ഇല്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അവസരവും ഇല്ല. 1 വർഷത്തിന് മേളിലായി ബസ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ട് തന്നെ. അതിൽ നിന്നും സർക്കാരിന് ദൂർത്തടിക്കാൻ 1,05,00,000 രൂപ ചുമ്മാ അങ്ങ് എഴുതിയെടുത്തു. മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും കൂടി 3.5 കോടിയിലധികം വിദേശയാത്രയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും വിദേശയാത്രയ്ക്ക് വേണ്ടി, അതായത് സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്, UK പോലുള്ള രാജ്യങ്ങളിൽ ചികിത്സയ്ക്കും മറ്റ് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചത് 3.5 കോടിയിലധികം രൂപ. 5 വർഷ കാലയളവിൽ 85 തവണ വിനോദയാത്രയ്ക്ക് വേണ്ടി ചിലവാക്കിയത് 3.5 കോടിയിലധികം യാത്രാ ചെലവ് മാത്രം. സർക്കാർ അവകാശപ്പെടുന്നത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും, ഉദാഹരണം കേരളാസ് ബീവറേജസ് കോർപ്പറേഷൻ, KSRTC, KCB എല്ലാം നഷ്ടത്തിലാണ്. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. 2022-23 ആനുവൽ റിപ്പോർട്ട് ബെഫ്കോയുടെ ചരിത്രത്തിലില്ലാത്ത ലാഭക്കൊയ്ത്താണ് ബെഫ്കോ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന് കൊടുക്കുന്നത്. ബീവറേജസ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള റിപ്പോർട്ടാണ്. ഒരു കമ്പാരിസൺ നമുക്കിതിൽ തന്നെ ഒന്ന് കാണാം. 2021-22 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2022-23 ഏകദേശം 27% വർധനവാണ് നമുക്കിതിൽ കാണാൻ സാധിക്കും. 2022-23 ഏകദേശം 103 കോടി രൂപയുടെ ലാഭം. ഇപ്പോൾ ഏത് പൊതുമേഖലാ സ്ഥാപനം എടുത്താലും വാർഷിക ഇൻകം, പ്രോഫിറ്റ് ഇതെല്ലാം കോടികൾ തന്നെയാണ് ലാഭം. ഇത് KSRTCയുടെ ഒരു റിപ്പോർട്ടാണ് വന്നത്, കഴിഞ്ഞ വർഷം വന്ന ഒരു റിപ്പോർട്ട്. ഏകദേശം 9,22,00,000 രൂപയുടെ പ്രോഫിറ്റ്. അങ്ങനെ 130ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരള സർക്കാരിന്. KTDC, KSRTC, KCB അങ്ങനെ പോകുന്നു ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും വരുമാനമില്ല എങ്കിൽ ഇതൊക്കെ വിറ്റ് പ്രൈവറ്റൈസേഷൻ ആക്കണം, വിറ്റ് കൊടുക്കണം. എങ്കിലും നേരെയും ചൊവ്വയും ജീവനക്കാർക്ക് ശമ്പളം കിട്ടുമല്ലോ. അഡ്വഞ്ചർ ടൂറിസം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും രാത്രിയിൽ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. നമ്മുടെ നാഷണൽ ഹൈവേയിലുള്ള ടോൾ പ്ലാസകൾ, ഒരു വ്യക്തി 100 രൂപ ടോൾ പ്ലാസ അടയ്ക്കുമ്പോൾ 21 രൂപ കേരളത്തിൻ്റെ ട്രഷറിയിലേക്കാണ് പോകുന്നത്. ഈ ടോൾ വഴി മാത്രം 400-ലധികം കോടി ഒരു വർഷം കേരള സർക്കാരിന് ലഭിക്കുന്നു. പക്ഷെ നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ, ഈ റോഡുകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എത്ര അപകടകരമായ രീതിയിലാണ് റോഡുണ്ടാക്കി വെക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? കുഴിച്ചിട്ടോ, ഞങ്ങൾ അത് ഓവർകം ചെയ്യാം, അതിന് ലൈറ്റ് വേണമല്ലോ. വേണ്ട രീതിയിലുള്ള ലൈറ്റുകളില്ല. ഇനി കുഴിച്ചിടാത്ത സ്ഥലത്തൂടെ, അതായത് നാഷണൽ ഹൈവേയിലൂടെയൊക്കെ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്താൽ AI വക ഫൈനും, അങ്ങനെയും കുറേ വരുമാനം, അതും കോടികളാണ് ഇയർലി കിട്ടുന്നത്. കഴിഞ്ഞ കണക്ക് പ്രകാരം ഏകദേശം 300 കോടിയിലധികമാണ് AI ഫൈൻ വഴി കിട്ടിയത്. ടോൾ പ്ലാസ വഴി 100 രൂപ ചിലവാക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ
21 രൂപ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്ക് തന്നെയാണ്. 2 വർഷമായി കേരളം കള്ളു കുടിച്ചും കുറേ വരുമാനം സർക്കാരിന് ഉണ്ടാക്കിക്കൊടുത്തു. ഇനി നമുക്ക് കേരള ഭാഗ്യക്കുറിയുടെ കണക്ക് നോക്കാം. 1967 തൊട്ടുള്ള വരുമാനവും ചിലവും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. 2020-21 472 കോടിയുടെ ലാഭം 2020-21, അതായത് ഇനിയും കിടക്കുന്നു 3-4 വർഷത്തെ കണക്ക്. കേന്ദ്ര സർക്കാർ 23,300 കോടിയാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് കേരളത്തിനായി ബഡ്ജറ്റ് ഇട്ടിരുന്നത്. എന്നാൽ അതിൻ്റെ 25%, ഏകദേശം 5,600 കോടി സംസ്ഥാന സർക്കാർ 25%മാണ് ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടും ലാൻഡ് ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരിന് വകവെച്ച് കൊടുത്തത്. അതുവഴിയും വരുമാനം. കിട്ടേണ്ടവർക്കെല്ലാം കിട്ടിയോ, കൊടുത്തവർക്കെല്ലാം മതിയായ രീതിയിലാണോ കൊടുത്തത്, ഒന്നും വ്യക്തതയില്ല. ശരിക്കും ജനങ്ങളുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരി ധൂർത്ത് എന്ന് പറഞ്ഞാൽ അന്യായ ധൂർത്ത്. ഒരുപക്ഷെ EMSൻ്റെയും EK നായനാറിൻ്റെയൊക്കെ ആത്മാവ് പറയുന്നുണ്ടായിരിക്കാം, ഒരു മര്യാദയൊക്കെ വേണ്ടേടേ. ഇനി അടുത്ത് വരുന്നു സർക്കാരിൻ്റെ വാർഷിക നേട്ടം. അതിൻ്റെ പരസ്യ ബോർഡിനും പബ്ലിസിറ്റിക്കും വേണ്ടി 20 കോടി രൂപ. എവിടുന്ന്? പാർട്ടിയുടെ ഫണ്ടിൽ നിന്നല്ല കേട്ടോ, അതും നമ്മുടെ ട്രഷറിയിൽ നിന്ന് തന്നെ. ഏകദേശം ഫസ്റ്റ് ടേമിൽ 1,85,00,000 രൂപ ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ വേണ്ടി ചിലവാക്കിയിരുന്നു. അതിനും പുറമെയാണ് ലിഫ്റ്റിന് വേണ്ടിയിട്ടും കന്നുകാലികളെ വളർത്തുന്നതിനും വേണ്ടി 34 ലക്ഷത്തിന് മുകളിൽ ചിലവാക്കിയത്. ഈ 10 വർഷ കാലയളവിൽ ഏകദേശം 7.5 കോടിയിലധികം രൂപ. ക്ലിഫ് ഹൗസിൻ്റെ കർട്ടൻ മാത്രം നവീകരിക്കാനായി ഏകദേശം 7.5 ലക്ഷം രൂപയ്ക്കടുത്താണ് ചിലവാക്കിയത്. 150 കോടിക്ക് കിട്ടേണ്ട AI ക്യാമറകൾ നമ്മുടെ സർക്കാർ വാങ്ങിക്കൂട്ടിയത് 232 കോടിക്കാണ്. അതുവഴിയും കൊള്ള ലാഭം. മാത്രമല്ല ഓരോ വർഷവും AI ക്യാമറ വഴി കിട്ടുന്ന വരുമാനം അതിലേക്കും മേലെ 365 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ AI ക്യാമറയുടെ സംഭാവന. ഇതിനൊക്കെ പുറമെ സാധാരണക്കാരനെ പിഴിഞ്ഞ് ജീവിക്കുന്ന സർക്കാർ. പഴയ വീട്ടുകരവും പെരക്കരവും ഒക്കെ ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും നമ്മൾ വീട്ടുകരവൊക്കെ അടയ്ക്കുമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് അത് 60 രൂപയും 80 രൂപയുമായി മാറി. കോടികൾ മുടക്കുന്ന സിനിമകൾക്കും ഉണ്ട് 30% ടാക്സ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലും 15%മാണ് സിനിമയ്ക്കൊക്കെ ടാക്സ് ഈടാക്കുന്നത്. ഇന്നും എന്നും സാധാരണക്കാരൻ്റെ അവസ്ഥ ഇതൊക്കെയായിരിക്കും. ഞങ്ങൾ കാണിക്കുന്ന ഈ തോന്നിവാസമെങ്കിൽ റോഡ് പൊളിഞ്ഞു പോകാനായിട്ടുണ്ട്. നിലപാട് ഏകദേശം വിണ്ട് കീറിയുണ്ട്. ഇതും മിക്കവാറും ഇപ്പോൾ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൽപ്പാറ ആ തോടിൻ്റെ ആ പാലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ കോട്ടക്ക ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ വഴിയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കോഴിക്കോട് മാളിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് ഹൈവേയിൽ നിന്ന് കാരപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ചെറിയ അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടെ വേണം കടന്നു പോവാൻ. മഴ പെയ്യുന്ന സമയത്ത് ഹൈവേ റോഡിൽ നിന്നുള്ള വെള്ളമാണ് ഈ താഴത്തേക്ക് ഒഴുകുന്നത്. അപ്പൊ കാറുമായിട്ട് പോകുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ, അതായത് ഗ്ലാസിന്റെ മുകളിലേക്ക് വീഴുകയാണെങ്കിൽ ആ ഗ്ലാസ് എന്തായാലും ബ്രേക്ക് ആവും. ഇത് കഴിഞ്ഞ മഴക്കാലം മുതലുണ്ട്. അപ്പൊ അന്ന് പണി നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ മഴയുടെ മുമ്പ് ഇത് തീരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നിലവിലത് ഇപ്പോഴും ഇതേ കണ്ടീഷനിലാണ്. വളരെ ശക്തമായിട്ട് വെള്ളം കാറിന്റെ മുകളിലേക്ക് വീഴും. ഇതാണ് അവസ്ഥ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെയാണ്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊച്ചുവീട്ടിൽ മുക്കിൽ നിന്ന് വിലാപയാത്ര.
പനച്ചുമൂട് ജംഗ്ഷനിൽ പൊതുദർശനം. ജനങ്ങൾ റീത്തുവെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് റോഡിന്റെ ശവസംസ്കാരവും നടത്തി. റീബിൽഡ് കേരള 3.25 കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. റോഡ് പണിത് 1.5 മാസം പിന്നിട്ടപ്പോൾ തന്നെ 30 രൂപയുടെ ചൂലുണ്ടെങ്കിൽ റോഡ് തൂത്തുവാരിയെടുക്കാമെന്ന അവസ്ഥയിലായിരുന്നു. കൂടാതെ ലോഡുമായി വന്ന ടോറസ് ലോറി റോഡിൽ താഴുകയും ചെയ്തു. റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമരത്തിലാണ്. 2 മണിക്കൂറായി സാറേ, വേറെ ഒരു വഴിയില്ല, എന്ത് ചെയ്യും? ചായ കുടിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ആ കുതിരാനെ ഇറക്കത്തിന് തുടങ്ങിയ ബ്ലോക്കാണ്. തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. തൃശൂർ പാലക്കാട് റൂട്ടിൽ കല്ലിടുക്ക് ഭാഗത്തു നിന്നും കുതിരാൻ വരെയാണ് ഈ ഗതാഗത കുരുക്കുള്ളത്. 6 കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗത കുരുക്കുണ്ട്. ഗതാഗത കുരുക്ക് കാരണം തൃശൂർ പാലക്കാട് റൂട്ടിൽ ചില ബസ്സുകൾ ഇപ്പോൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. 6 കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗത കുരുക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് സാധ്യമായിട്ടുണ്ട്. പക്ഷെ ഇതിനു മുൻപ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ മൂവ്മെന്റ് പോലും സാധ്യമാകാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയപാതയിൽ പല സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്രയധികം 6 കിലോമീറ്റർ നീണ്ട ഒരു ഗതാഗത കുരുക്ക് ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഏതായാലും വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് ഇപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ 6 കിലോമീറ്ററോളം വലിയ രീതിയിൽ റഷായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെയിലി പോകുന്ന ആൾക്കാരെ ഞങ്ങള് ഇത് ദിവസങ്ങൾ കുറേയായി ഇവിടെ ബ്ലോക്കായിട്ട്. ഇവിടെ ഈ സർവീസ് റോഡുകൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ ഇത്ര പോലെ ഇവിടെ 3 ലൈൻ ടോൾ കൊടുത്ത് പോകുന്ന വണ്ടികളാണ് കൂടുതലും. ഞങ്ങൾ ഈ വാഹനക്കാർ ഡെയിലി വെളുപ്പിന് രാവിലെ 3 മണിക്ക് ഞങ്ങൾ പോണതാ ജോലിക്ക്. അപ്പോഴും ബ്ലോക്ക് അവിടെ. ഇത് സർവീസ് റോഡിൽ മൊത്തം വണ്ടികൾ ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ട് ഈ മെയിൻ റോഡിലുള്ള വണ്ടികൾ ആർക്കും പോകാൻ പറ്റണില്ല. ഇപ്പോൾ ഇവിടെ 3 ലൈനിൽ കിടക്കുന്ന വണ്ടികൾ ഇവിടെ കിടക്കുക. ആ സർവീസ് റോഡിലുള്ള വണ്ടികൾ നിർത്തുകയാണെങ്കിൽ ഈ 3 ലൈനിൽ പോകുന്ന വണ്ടികൾ പാസ്സാവും. ഇപ്പൊ അവർ പോലീസ് നിയന്ത്രിക്കാത്ത